എല്ലാവർക്കും നമസ്കാരം. നമ്മൾ 10ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററിലെ 5ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. അരിത്തമാറ്റിക് സീക്വൻസ് എന്താണെന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. ഇനി അതിലെ ടേംസ് ആൻഡ് പൊസിഷൻ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പൊസിഷനും ടേംസും നമ്മളുടെ ബന്ധം. ഇപ്പോൾ റൈറ്റ് ആൻഡ് അരിത്തമാറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് 2 ടേംസ് 1 and 11. ഫസ്റ്റ് ടേം 1, സെക്കൻഡ് ടേം 11. And arithmetic sequence is there. What is the common difference? Common difference will be second term minus first term. 11 minus 1, that is 10 is the common difference. So first term 1, second term 11, third term 11 plus 10, 21. Therefore the arithmetic sequence is 1, 11, 21, etc. 10 വീതം കൂട്ടി പോയാൽ മതി. ക്ലിയർ ആണല്ലോ? വേറെ ഒരു ചോദ്യത്തിലേക്ക് പോവാം. Write an arithmetic sequence with the first term 6 and second term 10. ഇതുപോലെ തന്നെ ഫസ്റ്റ് ടേം 6 ആണ്, സെക്കൻഡ് ടേം 10 ആണ്. അപ്പോൾ സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറച്ച് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് കോമൺ ഡിഫറൻസ്. അപ്പോൾ പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ 10ൽ നിന്ന് 6 കുറയ്ക്കുക. കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ 10 minus 6, that is 4. ഓക്കെ, അപ്പോൾ x1 equal to 6, x2 equal to 10. Therefore d is equal to x2 minus x1. സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറയ്ക്കുക, അപ്പോൾ 4 കിട്ടും. ഇനി എന്ത് ചെയ്യുക? അരിത്തമാറ്റിക് സീക്വൻസ് നമുക്ക് ഈസി ആയിട്ട് എഴുതാം. ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് 6 ആണ്, സെക്കൻഡ് ടൈം 10 ആണ്. അപ്പോൾ 6 plus 4 10, 10 plus 4 14, etc. അപ്പോൾ the arithmetic sequence is 6, 10, 14, etc. 6, 10, 14, etc. ഇതാണ് അരിത്തമാറ്റിക് സീക്വൻസ്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, വേറൊരു എക്സാമ്പിൾ ഇട്ട് നോക്കാം. Write an arithmetic sequence with the first term 1 and third term 11. അപ്പോൾ arithmetic sequenceൽ ഫസ്റ്റ് ടേം 1 എന്നും തേർഡ് ടേം 11. അപ്പോൾ സെക്കൻഡ് ടേം അറിയില്ല. അപ്പോൾ നോക്കാം. ഫസ്റ്റ് ടേം x1 എടുക്കാം, സെക്കൻഡ് ടേം x2, തേർഡ് ടേം x3. അപ്പോൾ ഇവിടെ നോക്കിക്കേ, x1 അറിയാം, x3 അറിയാം. x1ന്റെ കൂടെ കോമൺ ഡിഫറൻസ് d കൂട്ടുമ്പോഴാണ് x2 കിട്ടുക, വീണ്ടും d കൂട്ടുമ്പോഴാണ് x3 വരിക. അപ്പോൾ x1 നിന്ന് x3യിലേക്ക് എത്താൻ, അതായത് 3 minus 1, 2 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. അപ്പൊ 2 ടൈംസ് കോമൺ ഡിഫറൻസ് ആണ് x3 x1 തമ്മിലുള്ള ഡിഫറൻസ്. അതായത് 11 minus 1 എന്ന് പറയുന്നത് 2d ആണ്. അതായത് x1ന്റെ കൂടെ ഒരു പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോൾ x2, വീണ്ടും d കൂട്ടുമ്പോഴാണ് x3. അപ്പോൾ x1ഉം x3 ആണ് നമുക്കറിയാവുന്നത്. അതുകൊണ്ട് x3 minus x1 എന്ന് പറയുന്നത് 2d ആണ്. ക്ലിയർ ആയ പറഞ്ഞത്? അപ്പൊ 2 ടൈംസ് ഓഫ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നതാണ് x3. അതായത് പൊതുവ്യത്യാസത്തിന്റെ 2 മടങ്ങാണ് x3 minus x1. 3 minus 1 2, അത് ഓർത്താൽ മതി. പൊസിഷൻ, അത് 3ഉം 1ഉം പൊസിഷനാണ്. അപ്പോൾ ടേംസ് x1ഉം x3 തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് പൊസിഷൻ ആൻഡ് 3 minus 1, പൊസിഷൻ ആയ 3ഉം 1ഉം തമ്മിലുള്ള ഡിഫറൻസ് 3 minus 1 2 ടൈംസ് d ആണ് x3 minus x1. അപ്പോൾ 2d എന്ന് പറയുന്നത് 11 minus 1, that is 10. So d equal to 10 by 2, 5 കിട്ടും. അപ്പോൾ ഈ x3 നിന്ന് x1 കുറച്ചാൽ കിട്ടുന്നത് 2d ആണ്. അപ്പോൾ d 5 ആണ്. ഇനി നമുക്ക് സീക്വൻസ് എഴുതാലോ. x1 അറിയാം 1, x2 1 plus 5 6 എന്ന് എഴുതാം. 6 plus 5 11. So the arithmetic sequence is 1, 6, 11, etc. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ. Write an arithmetic sequence with the first term 2 and fourth term 14. ഫസ്റ്റ് ടേമും ഫോർത്ത് ടേമും അറിയാം. അപ്പോൾ നോക്കിയേ, ഫസ്റ്റ് ടേം 2, ഫോർത്ത് ടേം 14. അപ്പോൾ സെക്കൻഡ് ടേം അറിയില്ല, തേർഡ് ടേം അറിയില്ല. ഫസ്റ്റ് ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ സെക്കൻഡ് ടേം, വീണ്ടും കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ തേർഡ് ടേം, വീണ്ടും കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ ഫോർത്ത് ടേം. അപ്പോൾ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താലാണ് ഫോർത്ത് ടേമിൽ എത്തുക? 3 ടൈംസ് കോമൺ ഡിഫറൻസ്. അതായത് 4 minus 1 3. അപ്പൊ 3d ആണ് 14 minus 2. അപ്പോൾ 14 minus 2 എന്ന് പറയുന്നത് 3 ടൈംസ് കോമൺ ഡിഫറൻസ് ആണ്. ഒന്നാമത്തെ ടേമിൽ നിന്ന് 4ാമത്തെ ടേമിലേക്ക് എത്തണമെങ്കിൽ 3 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. അല്ലെങ്കിൽ ആ 4ാമത്തെ ടേമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറയ്ക്കുന്നത് 3d ആണ്. അപ്പോൾ 3d equal to 12. So d is equal to 12 by 3, that is 4. അപ്പോൾ d എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ d 4 ആകുമ്പോൾ 2 plus 4 8, 6, 6 plus 4 10, 10 plus 4 14. So the arithmetic sequence is 2, 6, 10, 14, etc. അപ്പോൾ ഏത് രണ്ട് ടേം തന്നു കഴിഞ്ഞാലും നമുക്ക് arithmetic sequence
എഴുതാൻ പറ്റും. ഓക്കെ, വേറെ ഒരെണ്ണം റൈറ്റ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് വിത്ത് സെക്കൻഡ് ടേം 7 ആൻഡ് ഫിഫ്ത്ത് ടേം 34. അപ്പൊ ഫസ്റ്റ് ടേം അറിയില്ല, സെക്കൻഡ് ടേം അറിയാം, പിന്നെ ഫിഫ്ത്ത് ടേം അറിയാം. അപ്പൊ നോക്കിയേ, ഫസ്റ്റ് ടേം അറിയില്ല, സെക്കൻഡ് ടേം അറിയാം 7, തേർഡ് ടേം അറിയില്ല, ഫോർത്ത് ടേം അറിയില്ല, ഫിഫ്ത്ത് ടേം 34 ആണ്. അപ്പൊ അവിടെ നോക്കിക്കേ, സെക്കൻഡ് ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടുക, തേർഡ് ടേം കിട്ടുക. വീണ്ടും കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ വീണ്ടും ഇത് ഈ ടേം കിട്ടും, വീണ്ടും ആഡ് ചെയ്യുമ്പോൾ ഈ ടേം കിട്ടും. അതായത് സെക്കൻഡ് ടേമിൽ നിന്ന് ഫിഫ്ത്ത് ടേമിലേക്ക് എത്തണമെങ്കിൽ 3 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഈ ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് 34ഉം 7ഉം തമ്മിലുള്ള ഡിഫറൻസ് 3D ആയിരിക്കും. അപ്പൊ 3D ഈസ് ഈക്വൽ ടു x5 മൈനസ് x2, അതായത് 34 മൈനസ് 7. അപ്പൊ 27 എന്ന് പറയുന്നത് 3 ടൈംസ് കോമൺ ഡിഫറൻസ് ആണ്. അതായത് ഇത്ര ആലോചിച്ചാൽ മതി, 5 മൈനസ് 2 3. അപ്പൊ 3D ആണ്. അതായത് സെക്കൻഡ് ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് ഒരു പ്രാവശ്യം ആഡ് ചെയ്യുമ്പോൾ തേർഡ് ടേം, വീണ്ടും ഒരു പ്രാവശ്യം ആഡ് ചെയ്യുമ്പോൾ ഫോർത്ത് ടേം, വീണ്ടും ഡി ആഡ് ചെയ്യുമ്പോഴാണ് ഫിഫ്ത്ത് ടേം. അപ്പോൾ സെക്കൻഡ് ടേമിൽ നിന്ന് ഫിഫ്ത്ത് ടേമിലേക്ക് എത്താൻ 3 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ആ സെക്കൻഡ് ടേമിൽ നിന്ന് ഫിഫ്ത്ത് ടേമിൽ സെക്കൻഡ് ടേം സബ്ട്രാക്ട് ചെയ്തിട്ട് അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ therefore d is equal to 27/3, that is 9 എന്ന് കിട്ടും. അപ്പോൾ d കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആൻസർ എഴുതാം. ഇത് 7 ആണ്, കോമൺ ഡിഫറൻസ് 9 ആണ്. അപ്പൊ 7 നിന്ന് 9 സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് x1 വരിക, അല്ലേ? 7 നിന്ന്, കാരണം അതിന്റെ ഇടത്തേക്ക് റൈറ്റിലേക്ക് പോകുന്നവർ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തു പോകും, ലെഫ്റ്റിലേക്ക് വരുമ്പോൾ കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്തു പോകും. അപ്പോൾ 7 പ്ലസ് 9 ആയിരിക്കും. ഇത് എത്രയാണ്? 7 മൈനസ് 9 മൈനസ് 2, 7 പ്ലസ് 9, 7 പ്ലസ് 9 16, 16 പ്ലസ് 9 25, 25 plus 9 34. Therefore the arithmetic sequence is -2 7 16 25 etc. അങ്ങനെ arithmetic sequence നമുക്ക് എഴുതാൻ പറ്റും, അല്ലേ? 7ന്റെ അതായത് അങ്ങോട്ട് പോകുന്നതോറും 9 ആഡ് ചെയ്യണം, ലെഫ്റ്റിലേക്ക് വരുമ്പോൾ 25 9 കുറച്ച 16, 16 9 കുറച്ച 7, 7 9 കുറച്ച -2. അപ്പോൾ -2 7 16 25. So this is the arithmetic sequence. പറഞ്ഞത് വേറെ ഒരു ചോദ്യത്തിലേക്ക് പോകാം. In each of the arithmetic sequence given below find the missing terms. ആണ് തന്നിരിക്കുന്ന ഓരോ arithmetic sequenceന്റെയും മിസ്സിംഗ് ടേംസ് കണ്ടുപിടിക്കണം. ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് ആണ്. ഇതാണ് 24 42, അടുത്ത ടേം അറിയില്ല. ഇവിടെ നോക്കിയാൽ മനസ്സിലാവാൻ വേണ്ടിയില്ലേ, 24 42 കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 42 24 കുറച്ചാൽ മതി, കാരണം സെക്കൻഡ് ടൈം ഇത് ഫസ്റ്റ് ടൈം കുറയ്ക്കുന്നതാണ്. അപ്പൊ ആൻസർ എത്ര കിട്ടും നോക്കിയേ, 18 കിട്ടും. അപ്പൊ കോമൺ ഡിഫറൻസ് 18 ആണ്. അപ്പൊ 24 പ്ലസ് 18 ആണ് 42, 42 പ്ലസ് 18 അടുത്ത ടൈം കിട്ടും. എത്രയാ? 42 പ്ലസ് 18 60, 60 പ്ലസ് 18 78. Therefore the missing terms are എന്തൊക്കെയാ? 24 42 കഴിഞ്ഞാൽ പിന്നെ 60ഉം 78ഉം. ക്ലിയർ ആയോ പറഞ്ഞത്? arithmetic sequence വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റി. അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് പോകാം. ഡാഷ് 24 42 ഡാഷ്, ഇത് രണ്ടുമാണ് മിസ്സിംഗ് ടേംസ്. അപ്പൊ ഇവിടെ ഈ അടുത്തടുത്ത 2 ടേംസ് അറിയാം. അപ്പോൾ ഒരു ടേമിൽ നിന്ന് തൊട്ട് പുറകിലുള്ള ടേം കുറച്ചാൽ കോമൺ ഡിഫറൻസ് കിട്ടും. അപ്പൊ ഇവിടെയും എന്താണ്? കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 42 മൈനസ് 24. 42 മൈനസ് 24 എന്ന് പറഞ്ഞാൽ 18 ആണ്. അപ്പോൾ 24 നിന്ന് 18 കുറയ്ക്കുന്നതാണിത്. അപ്പൊ 6 കിട്ടും. 24 മൈനസ് 18 അല്ലെ, 17 18 6 27. അപ്പൊ 6ഉം 18 24 24 18 42 42 18 60. അപ്പൊ അങ്ങനെ ടേംസ് ഒക്കെ കിട്ടുമ്പോൾ 6ഉം 60 ആണ് മിസ്സിംഗ് ടേംസ്. അപ്പോ ഇതാണ് മിസ്സിംഗ്. ഇവിടെ 6 ഇവിടെ 60, ബാക്കി 2 ടേംസ് തന്നിരിക്കുന്നു. അപ്പോൾ മിസ്സിംഗ് ടേംസ് 6ഉം 60 ആണ്. അപ്പോൾ arithmetic sequence എഴുതി. അടുത്ത ക്വസ്റ്റ്യൻ ഡാഷ് ഡാഷ് 24 42. അപ്പോൾ ഇവിടെ ഫസ്റ്റ് 2 ടേംസ് ആണ് മിസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അടുത്തടുത്ത 2 ടേംസ് ഇവിടെ അറിയാം. അപ്പൊ കോമൺ ഡിഫറൻസ് എത്രയായിരിക്കാം? കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 42 മൈനസ് 24, ദാറ്റ് ഈസ് 18. 42 24 കുറച്ച് 18 കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് കിട്ടിയാൽ പിന്നെ എന്താണ്? ലെഫ്റ്റിലേക്ക് വരുമ്പോൾ വീണ്ടും കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്യാം. 24 18 കുറച്ചാൽ 6 കിട്ടും. 6 18 കുറച്ചാൽ നെഗറ്റീവ് 12. 6 മൈനസ് 18 നെഗറ്റീവ്, സ്മോളർ മൈനസ് ഗ്രേറ്റർ നെഗറ്റീവ് വരും. 18 6 കുറച്ചാൽ 12, 6 18 ആകുമ്പോൾ -12. അപ്പൊ -12 6 24
42 എക്സെട്ര. അപ്പോൾ മിസ്സിംഗ് ടേംസ് ഉണ്ട് -12 6 ആണ്. ക്ലിയർ ആയോ? അപ്പൊ രണ്ട് ടേംസ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ടേംസ് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. വേറെ ഒരു എക്സാമ്പിൾ നോക്കാം. ഫോർത്ത് വൺ 24-42 എക്സെട്ര. അപ്പൊ ഇവിടെ ഫസ്റ്റ് ടേം അറിയാം, തേർഡ് ടേം അറിയാം, സെക്കൻഡ് അറിയില്ല, ഫോർത്തും അറിയില്ല. അപ്പൊ അവിടെ നോക്കിക്കേ, ഈ ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ നേരത്തെ ഏത് ഓർമ്മയുണ്ടോ? ഇതിനോട് ഡി കൂട്ടുമ്പോഴാണ് ഇത് വരിക, വീണ്ടും ഡി കൂട്ടുമ്പോഴാണ് ഇത് വരിക. അപ്പോ 42 ന്ന് 24 കുറയ്ക്കുന്നത് 2d ആയിരിക്കും. അപ്പൊ x1 24 ആണ്, x3 42 ആണ്. അപ്പോ x3 മൈനസ് x1 എന്ന് പറയുന്നത് 2d ആണ്. അപ്പൊ 2d എന്ന് പറയുന്നത് 42 മൈനസ് 24 18. അതായത് ഇതിനോട് കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോൾ ഇത്, വീണ്ടും കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോഴാണ് ഇത് വരിക. അപ്പൊ 42 ന്ന് 24 കുറച്ചാൽ കിട്ടുന്നത് 2 ടൈംസ് കോമൺ ഡിഫറൻസ് ആണ്. അപ്പൊ 2d എന്ന് പറഞ്ഞാൽ 42 മൈനസ് 24 ആകുന്ന 18 എന്ന് കിട്ടും. അപ്പോൾ 18/2 ആണ് 9. അപ്പൊ 9 ആണ് ഇവിടെ കോമൺ ഡിഫറൻസ്. ഈ ടൈംസ് ചെയ്താലോ 24 + 9 24 9 അല്ലെ 33 33 9 42 42 9 51. Therefore the terms are 24 33 42 51. The missing terms എന്ന് പറയുന്നത് 33 ഉം 51 ആണ്. ക്ലിയർ ആയ പറഞ്ഞത്? ഒന്നിട ടേംസ് ആണ് ഇത്. വേറെ ഒരെളുപ്പവഴിയിലും കൂടി ചെയ്യാം. ഏതൊരു അരിത്തമാറ്റിക് സീക്വൻസ് എടുത്തു കഴിഞ്ഞാലും ഇത് രണ്ടും കൂട്ടിയിട്ട് പകുതി എടുക്കുന്നതാണ് ഇത്. അങ്ങനെ എടുത്താലും കിട്ടിയ 24 42 കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നതിന്റെ ഹാഫ് ആയിരിക്കും ഈ 33. 24 42 കൂട്ടിയാൽ 66 66ന്റെ പകുതി ഇത്. അങ്ങനെയും കണ്ടുപിടിക്കാം. ഓക്കെ, അടുത്ത ടൈം ഇതാണ് -24-42. അപ്പൊ ഇവിടെ ഫസ്റ്റ് ടൈം അറിയില്ല, സെക്കൻഡ് അറിയാം, തേർഡ് അറിയില്ല, ഫോർത്ത് അറിയാം. അപ്പൊ ഇവിടെ അതേ കേസ് തന്നെയാണ്. കാരണം 24നോട് കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോഴാണ് അടുത്ത ടൈമായ തേർഡ് ടൈം കിട്ടുക. വീണ്ടും കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോഴാണ് 42 കിട്ടുക. അപ്പോ x1 x2 x3 x4. അപ്പൊ x4ഉം x2 അറിയാം. അപ്പോ d കാണാൻ എന്ത് ചെയ്താൽ മതി? x4 ന്ന് x2 കുറച്ചിട്ട് ഹാഫ് എടുത്താൽ. അപ്പൊ 2d എന്ന് പറയുന്നതാണ് 42 മൈനസ് 24. അപ്പൊ 42 ന്ന് 24 കുറയ്ക്കുന്നത് 2 ടൈംസ് കോമൺ ഡിഫറൻസ് ആണ്. അപ്പൊ d എന്ന് പറയുന്നത് 18/2. അതായത് 42 മൈനസ് 24 18 ആണ്. അപ്പൊ 18/2 എന്ന് പറഞ്ഞാൽ 9. അപ്പൊ d എത്ര കിട്ടി? 9 കിട്ടി. അപ്പൊ ടൈംസ് ചെയ്താലോ 24 ന്ന് 9 കുറച്ചാൽ കിട്ടുന്നതാണ് ഇത്. 15 എന്ന് കിട്ടും. 24 9 കൂട്ടുക 33 കിട്ടും. അപ്പൊ ടേംസ് ആയതാ 15 9 24 9 33 9 42. ദി മിസ്സിംഗ് ടേംസ് ആർ 15 and 33. ക്ലിയർ ആയ പറഞ്ഞത്? അപ്പോൾ ഏത് രണ്ട് ടേംസ് എന്ന് കഴിഞ്ഞാലും നമുക്ക് അതിന്റെ അരിത്തമാറ്റിക് സീക്വൻസ് രൂപീകരിക്കാൻ പറ്റും. അടുത്തത് ഇതാണ് 24-42. അപ്പൊ നോക്കിയേ, x1 അറിയാം, x4 അറിയാം, x2 അറിയില്ല, x3 അറിയില്ല. അപ്പൊ ഇവിടെ അതുപോലെ x1 + d ആണ് x2, വീണ്ടും d കൂട്ടുമ്പോഴാണ് x3, വീണ്ടും d കൂട്ടുമ്പോഴാണ് x4. അപ്പൊ x4 ന്ന് x1 കുറയ്ക്കുന്നത് 3d ആയിരിക്കും. 3d = x4 മൈനസ് x1. അതായത് 4 മൈനസ് 1 അതാണ് 3 കേട്ടോ. 4 പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസിന്റെ പൊസിഷൻ 4ഉം 1ഉം ഫോർത്ത് ടൈമും ഫസ്റ്റ് ടൈമും. അപ്പോൾ 4 മൈനസ് 1 3 ആണ് പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസ്. അതിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് ആ ടേംസ് തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ 3d = എന്ത് കിട്ടി? 3d = 42 മൈനസ് 24 18 എന്ന് കിട്ടി. അപ്പോൾ d കാണാൻ എന്ത് ചെയ്യണം? 18/3 6 ആണ് കോമൺ ഡിഫറൻസ്. അപ്പൊ നോക്കിയേ, 24 + 6 30 30 + 6 36 36 + 6 42. So the terms are എന്ത് കിട്ടും? the terms are 24 30 36 42. അപ്പൊ മിസ്സിംഗ് ടേംസ് 30 36 എന്ന് കിട്ടി. അപ്പോൾ ഒരു അരിത്തമാറ്റിക് സീക്വൻസിന്റെ ഏത് രണ്ട് ടേംസ് വന്നു കഴിഞ്ഞാലും നമുക്ക് അതിന്റെ മിസ്സിംഗ് ടേംസോ അല്ലെങ്കിൽ അരിത്തമാറ്റിക് സീക്വൻസ് എഴുതാൻ പറ്റും. ക്ലിയർ ആയി പറഞ്ഞു? അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ടേം മുമ്പോട്ട് പോയാൽ കോമൺ ഡിഫറൻസ് ഒരു പ്രാവശ്യം ആഡ് ചെയ്യണം. 2 ടേമാണ് മുമ്പോട്ട് പോകുന്നതിന് കോമൺ ഡിഫറൻസ് 2 പ്രാവശ്യം ആഡ് ചെയ്യണം. 3 ടേം മുമ്പോട്ട് പോയാൽ കോമൺ ഡിഫറൻസ് 3 പ്രാവശ്യം ആഡ് ചെയ്യണം. അതുപോലെ തിരിച്ച് പുറകോട്ടാണെങ്കിലോ, ഒരു ടേം പുറകോട്ട് വന്നാൽ ഒരു ടൈംസ് കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്യണം. 2 ടേം പുറകോട്ട് വന്നാൽ കോമൺ ഡിഫറൻസ് 2 പ്രാവശ്യം സബ്ട്രാക്ട് ചെയ്യണം. അങ്ങനെ നമുക്ക് ഒരു ടേമും 2 ടേമും കിട്ടിക്കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അരിത്തമാറ്റിക് സീക്വൻസ് എഴുതാം. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ ഇതിന്റെ ബാക്കി ഭാഗം കാണുന്നതാണ്. താങ്ക് യു.